നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിൽ 5 ഗോൾ അടിക്കുന്ന താരങ്ങൾ ഒരു ടീമിൽ എത്ര പേര് 5ഓ അതിലധികമോ ഗോളുകൾ ഇതുവരെ അടിച്ചിട്ടുണ്ടാവും? അങ്ങനെ അടിച്ച 5 താരങ്ങൾ എടുക്കാൻ ഏതെങ്കിലും ടീമിലുണ്ടോ? എന്നാൽ ഉണ്ട്. 5-ലധികം താരങ്ങളുണ്ട്. യെസ്, അതാണ് FC ബാഴ്സലോണയുടെ കരുത്തും. ഈ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ 5ഓ അതിലധികമോ ഗോൾ അടിച്ച 5 താരങ്ങളെങ്കിലും ഉള്ള ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒരേ ഒരു ടീമേ നമുക്ക് കാണാൻ പറ്റൂ ആ ലിസ്റ്റിൽ, അത് FC ബാഴ്സലോണയാണ്. ഇന്നലെ ഇപ്പോൾ റാഫിഞ്ഞ ഒസാസുനയ്ക്കെതിരെയുള്ള ലാലിഗ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ അടിച്ചതോടെ അദ്ദേഹവും കൂടി ആ ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കായിരുന്നല്ലോ FC ബാഴ്സലോണയുടെ വിജയം. ആ 2 ഗോളുകളും നേടിയത് റാഫിഞ്ഞയായിരുന്നു. സോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, റാഫിഞ്ഞയുടെ പേരിൽ ഈ സീസണിൽ ഇപ്പോൾ അക്രോസ് ദി കോമ്പറ്റീഷൻ 6 ഗോളുകളായി കഴിഞ്ഞു. 5-ലധികം ഗോൾ അടിച്ചവരുടെ ലിസ്റ്റിൽ അദ്ദേഹവും. ഇപ്പോൾ മറ്റു താരങ്ങൾ ആരൊക്കെയാണ് നോക്കാം. 13 ഗോളുകൾ, 1 അസിസ്റ്റ്. ഫെഡാനാണ് ഒന്നാമത്. റാഷ്ഫോർഡിനുണ്ട് 6 ഗോളുകളും 9 അസിസ്റ്റുകളും. ഫെർമിനുണ്ട് 7 ഗോളുകളും 4 അസിസ്റ്റുകളും. ദെൻ റാഫിഞ്ഞയ്ക്ക് നമ്മൾ പറഞ്ഞു 6 ഗോളുകൾ കൂടാതെ 3 അസിസ്റ്റ്. ലാമിനെ യമാലിന് 8 ഗോളുകൾ 8 അസിസ്റ്റ്. ലെവൻഡോസ്കിക്ക് 8 ഗോളുകൾ 1 അസിസ്റ്റ്. അപ്പോൾ 6 താരങ്ങൾ 5-ലധികം ഗോളുകളുമായിട്ട് നിൽക്കുന്നു ബാഴ്സയുടെ നിരയിൽ. ഇതന്നെയാണ് ബാഴ്സയുടെ കരുത്തും. കാരണം ഗോൾ അടിക്കുന്നതിൽ ബാഴ്സയെ കഴിഞ്ഞേ മറ്റൊരു ടീം ഉള്ളൂ. ഇപ്പോൾ ലാലിഗയിൽ ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ അടിച്ചത് ആരാ? ബാഴ്സയാണ്. 17 കളികളിൽ നിന്ന് അവർ 49 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. രണ്ടാമതുള്ള റയലിന് 32 ഗോളുകളേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ബാഴ്സയെ ഒന്നാമന്മാരായിട്ട് നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇത് കൂടാതെ അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ്, പെഡ്രി 2 ഗോളും 6 അസിസ്റ്റുമായിട്ട് 8 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓൽമോ 4 ഗോളുകളും 2 അസിസ്റ്റുമായിട്ട് 6 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ താരങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ബാഴ്സ മുന്നേറുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.